കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ 10ാം ക്ലാസ്സുകാരൻ മരിച്ചത് ചുങ്കം പാറോലക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹബാസ്. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. ഷഹബാസിനെ മർദ്ദനത്തിന് ശേഷം വീടിന് സമീപം എത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തിൽ ഇത് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കുട്ടികളുടെ കൊലവിളി കുറ്റസമ്മത സന്ദേശങ്ങൾ പുറത്ത്. ഷാബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചുറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചുറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. കൊലക്കുറ്റം ചുമത്തിയ 5 വിദ്യാർത്ഥികളെയും വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റും. വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴിയെടുത്തു. കുടുംബത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് അറിയില്ലെന്നാണ് മൊഴി. വിദേശത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ല. വീട്ടുകാരുമായി നിരന്തരം ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ലെന്നും റഹീം. കോഴിക്കോട് നവവധു ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് ചേലിയ സ്വദേശി ആർദ്ര ബാലകൃഷ്ണൻ. വിവാഹം കഴിഞ്ഞിട്ട് 26 ദിവസം. സമഗ്രാന്വേഷണം വേണമെന്ന് കുടുംബം. ഇന്നുവരെ വിവാഹത്തിന് ശേഷം അങ്ങനെ ഒരു വിഷയമുള്ളതായിട്ട് അറിയില്ല. കാരണം ശരിക്ക് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കാരണം എന്താണെന്ന് ബോധ്യപ്പെടും. പെട്ടെന്ന് പോലീസ് പയ്യോളി പോലീസിൽ റിപ്പോർട്ട്. ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആശമാരുടെ പരാതി കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ആശാ വർക്കർമാരുടെ സമരത്തെ പ്രതിരോധിക്കാൻ പുതിയ നീക്കവുമായി സർക്കാർ. പുതിയ ഹെൽത്ത് വളണ്ടിയർമാരെ തേടാൻ നാഷണൽ ഹെൽത്ത് മിഷന്റെ നിർദ്ദേശം. ആശാ വർക്കർമാരുടെ സമരം 20ാം ദിവസം. കൂറുമാറിയ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയതിൽ കേസ്. CPIM എടക്കര ഏരിയ സെക്രട്ടറി സി രവീന്ദ്രനടക്കം 5 പേർക്കെതിരെ. കേസെടുത്തത് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലം കൺവീനർ സുധീർ പാലത്തറയുടെ പരാതിയിൽ. എറണാകുളം വടക്കൻ പറവൂരിൽ ആന ഇടഞ്ഞു. 12 കിലോമീറ്ററോളം ആന നടന്നു നീങ്ങി. പോലീസും എലിഫന്റ് സ്ക്വാഡും എത്തി ആനയെ തളച്ചു. കണ്ണൂർ ആറളം ഫാമിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്ത ദമ്പതികൾക്ക് നേരെ. You're gambling with the lives of millions of people. You're gambling with World War III. You're gambling with World War III. And what you're doing is very disrespectful to the country, this country. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയിൽ വൈറ്റ് ഹൌസിൽ നാടകീയ സംഭവങ്ങൾ. ഇരു നേതാക്കളും തമ്മിൽ വാക്കേറ്റം. 3ാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്ന ട്രംപിന്റെ ചോദ്യം. ട്രംപിന്റെ നിർദ്ദേശങ്ങൾ തള്ളി സെലൻസ്കി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരം. ഛർദിയെ തുടർന്ന് ശ്വാസതടസ്സം മൂർച്ഛിച്ചു. കൃത്രിമശ്വാസം നൽകുന്നു. മാർപ്പാപ്പയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചെന്ന് വത്തിക്കാൻ.